ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അന്നപൂർണയിലേക്ക് സ്വാഗതം. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും കർക്കിടകത്തിലെ ചികിത്സ, ആരോഗ്യ സംരക്ഷണം, കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി എന്നിവയെല്ലാം കേട്ടിരിക്കുകയാണെന്നറിയാം. എന്നാൽ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വീട്ടിലെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ ചിലവ് കുറഞ്ഞ് നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കർക്കിടകത്തിലെ ഒരു ചികിത്സ നടത്താനും നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ വായിച്ചും അറിഞ്ഞും കേട്ടും ഉള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി. കർക്കിടക മാസത്തിൽ ചികിത്സ നടത്തുന്നതിന് തന്നെ മഴക്കാലത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ശാരീരികമായ അവസ്ഥകൾക്കുമൊക്കെ മാറ്റം വരുമ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, ശരീരത്തിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ചികിത്സ നടത്തുന്നത്. കർക്കിടക മാസത്തിൽ ചികിത്സയൊക്കെ നടത്തി നമ്മുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് നമ്മൾ ചിങ്ങമാസത്തെ ഇങ്ങനെ വളരെ ഊർജ്ജസ്വലമായിട്ട് വരവേൽക്കാനാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ചികിത്സ എന്ന് തന്നെ അതിനെ പറയാമോ എന്നറിയില്ല. നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് പഴമക്കാർ എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന മരുന്നുകൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. മഴയല്ലേ, വീട്ടിലൊക്കെ ഇരിക്കുന്ന കാലമാണല്ലോ, അപ്പോൾ അവർക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അതാണ് പിന്നെ കാലക്രമത്തിൽ അതൊരു ചികിത്സയായിട്ട്, അതൊരു പാക്കേജായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഔഷധക്കഞ്ഞി, കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറയുന്നത് പല വിധത്തിൽ നമുക്ക് തയ്യാറാക്കാം. നവധാന്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്നവരുണ്ട്, ഞവരേരി കൊണ്ട് തയ്യാറാക്കുന്നവരുണ്ട്, അതുപോലെ പത്തില കൊണ്ട് തയ്യാറാക്കുന്നവർ, ദശപുഷ്പങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ശർക്കര ചേർത്തും ഉപ്പ് ചേർത്തും നമുക്ക് കഞ്ഞി തയ്യാറാക്കാം. അതായത് പായസമായിട്ടും കഞ്ഞിയായിട്ടും തയ്യാറാക്കാം. തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് തയ്യാറാക്കാം. പക്ഷെ നമ്മൾ വീട്ടിൽ അത് തയ്യാറാക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേറെ സാധനം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉലുവ എന്തായാലും കാണുമല്ലോ. കുറച്ച് ഉലുവ ഇട്ട് നമുക്ക് കഞ്ഞി വയ്ക്കാം. അതിനകത്ത് കുറച്ച് നാളികേരവും ചെറിയ ഉള്ളിയും ജീരകവും ഒക്കെ ചതച്ചിട്ട് നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കാം. അതും ഒരു കർക്കിടക ചികിത്സ തന്നെയാണല്ലോ. അങ്ങനെ വളരെ ആർഭാടമൊന്നുമില്ല, നമുക്കത് നടത്താന്നേ. കർക്കിടകത്തിൽ കഴിക്കേണ്ട 10 ഇലകൾ: ചേമ്പില, തകരയില, തഴുതാമയില, കുമ്പളത്തിൻ്റെ ഇല, മത്തയില, ചേനയില, പയറില, ചെറുതനത്തിൻ്റെ ഇല എന്നിവയാണ്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇതിന് മാറ്റം വരുന്നു. എന്തായാലും ഇലക്കറികളല്ലേ, ഇലക്കറികൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടല്ലോ. രക്തശുദ്ധിക്കും രക്തം ഉണ്ടാകാനും കാഴ്ചയ്ക്കും ഒക്കെ ഇലക്കറികൾ നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ 10 ഇലയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഇലകൾ, ചീരയായാലും മതി, നമ്മുടെ ആഹാരത്തിൽ ദിവസം ഉൾപ്പെടുത്തിയാൽ നമുക്കത് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വലിയൊരു കാര്യമാണ്. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന്. കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? കർക്കിടകം മഴക്കാലമാണല്ലോ, അപ്പോൾ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയിലുള്ള ചില ഘടകങ്ങൾ നമ്മുടെ ദഹനത്തിന് പറ്റുകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ മുരിങ്ങയില ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ശരീരത്തിൽ എണ്ണ അല്ലെങ്കിൽ തൈലം തേച്ച് കുളിക്കുക. പിന്നെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. മരുന്ന് കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഉലുവ, ചെറിയ ഉള്ളി, ജീരകം അതൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ചേർത്ത് ചെറിയൊരു കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ഇലക്കറികളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മനസ്സ് വളരെ ശാന്തമായി വെക്കുക. നമ്മൾ രാമായണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച്, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമോ ദൈവിക കാര്യങ്ങളിൽ ഉള്ള അമിതമായ ഒരു ദൈവഭക്തിയൊക്കെ ഉണ്ടായിട്ട് മനസ്സ് ശാന്തമായിട്ട് പോയാൽ തന്നെ മനസ്സിന്ന് റീസ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മനസ്സ് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാനാണ് 11 മാസത്തെ ആ ഒരു വേവലാതികളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് കർക്കിടകത്തിൽ നമ്മുടെ ശരീരം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അടുത്ത ഇയറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടകം ഉപയോഗിക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷത്തിലേക്ക് ഈ കർക്കിടകം നിങ്ങളുടെ മനസ്സിനെ പാകമാക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിന് പാകമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.